നമ്മൾ എന്നിപ്പോ നോക്കുന്നത് എങ്ങനെയാണ് വ്യാപാരം നമുക്ക് ജുവലറി ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മുടെ ഐറ്റം എല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആൾറെഡി കുറച്ച് പ്രോഡക്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് യൂട്ടിലിറ്റീസിൽ പോയിട്ട് നമ്മൾ അത് ടാഗ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പോർട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അവിടെ നമുക്ക് ഇതിനൊക്കെ ഇതിന്റെ ഐറ്റം എല്ലാം കൂടെ വരും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ എക്സലില് നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാം. അപ്പൊ അവിടെയുള്ള ഐറ്റംസ് ഇതേ കണക്ക് നമുക്കൊരു ഷീറ്റിൽ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇതിനകത്ത് ഇപ്പൊ ഐറ്റം കോഡ് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഐറ്റം കോഡ് കൊടുക്കാം. ഇതാണ് ബാർകോഡിന് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇതിപ്പോ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന കോഡ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ബാർകോഡ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഈ ടാഗ് ഇത് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓപ്പൺ ലേബൽ എന്ന് പറഞ്ഞുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അതുവഴിയാണ് നമ്മൾ ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഓപ്പൺ ലെവൽ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഇത് ഇത് ഓപ്പൺ ആക്കും. ഇവിടെ നമുക്കിപ്പോ ജ്വല്ലറി ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടാഗ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ടൂള് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലേബൽ ഡിസൈൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ടാഗ് ചെയ്യാനായിട്ട് അതിന്റെ ഡിസൈൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കും. നമുക്ക് ഇവിടെ ഒരു പേര് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരു പേര് കൊടുക്കാം. അതിന് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഈ നമ്മുടെ ടാഗിന്റെ വിത്ത് എന്ന് പറയുന്നത് 50, അതിനൊക്കെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 100 ആണ്. ഇപ്പൊ നമ്മളിപ്പോ 100 കൊടുത്തു. അപ്പൊ ഇതിനൊക്കെ നമ്മൾ വരും. നമ്മൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ അതിന്റെ ലേഔട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് നമുക്കൊരു ഇതിന്റെ മാർക്ക് ഇത് ചെയ്യാനായിട്ടുള്ള ലേഔട്ട് കിട്ടും, ഒരു ഇമേജ് കിട്ടും. അപ്പൊ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാനായിട്ട് നമ്മളത് തരുന്നതാണ് ഇമേജ്. ആ ഇമേജ് ഇത് കണക്ക് ഇപ്പൊ ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇവിടെ കൊടുക്കും. ഇതിന്റെ ആ ടാഗിന്റെ ഡിസൈൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് കൊടുത്തു നമ്മൾ. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇതിൽ വെച്ച് കൊടുക്കാനാണ്. ഇത് നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ആണ്. റൊട്ടേറ്റ് ചെയ്ത് അത് തിരിച്ച് നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. ഇപ്പൊ താഴെ ആണ് നമ്മളിപ്പോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മേലെ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രിന്റ് എടുത്ത് കറക്റ്റ് ആയിട്ട് വരും. നമുക്ക് വേണ്ടുന്ന ബാർകോഡാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ബാർകോഡ് വെക്കാനായിട്ടാണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ബാർകോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ബാർകോഡ് ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇതിങ്ങനെയാണ് ബാർകോഡ് കാണിക്കുന്നത്. ഇത് കാണില്ല. നമുക്ക് വേണ്ടുന്ന വാല്യൂ ഇവിടെ പറഞ്ഞുതരാം. അപ്പൊ ഇത് ഇവിടെ ഒരെണ്ണം കൊടുത്തു. ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സൈസിൽ അതിന് കറക്റ്റ് ആയിട്ട് അതിന്റെ ഷേപ്പിന് നമുക്ക് എവിടെയാണോ വേണ്ടത് നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ഇപ്പൊ നമ്മുടെ എക്സൽ ആൾറെഡി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ ഫീൽഡ് ഇതായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ആ ഷീറ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോ നമുക്ക് ഇതിൽ വേണ്ടുന്ന ഫീൽഡ് ഏതാണോ നമ്മുടെ ഐറ്റം കോഡാണ് നമുക്ക് ബാർകോഡിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതിന്റെ വാല്യൂ ഓട്ടോമാറ്റിക് കൂടെ വരും. നമ്മളിപ്പോ നമുക്ക് തന്നെ ഇവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അടുത്ത റെക്കോർഡ് ഓരോ റെക്കോർഡിന്റെ കോഡ് അനുസരിച്ചിട്ട് ബാർകോഡ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. അതിനൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിപ്പോ നമ്മൾ ഒരു സൈഡിൽ ഇപ്പൊ 2 ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇത് കണക്ക് അറേഞ്ച് ചെയ്ത് ബാർകോഡ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കാണിക്കാനാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ആദ്യം ഡിസൈൻ ചെയ്ത ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഇവിടെ നിന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് വെക്കുന്നു. നമ്മൾ ഇവിടെ വേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ പ്രൈസ് ചെയ്യുന്നു. നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വരുന്ന ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുൾ വ്യൂ എടുക്കാം. നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഐറ്റം സെലക്ട് ചെയ്തു, അതിനെ റൊട്ടേറ്റ് ചെയ്തു. നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് അതിനെ പ്രൈസ് ചെയ്യുന്നു. ഇത് 2 സൈഡ്. ഇത് പകുതി നമുക്ക് ബാർകോഡ്, പകുതി ഭാഗത്തായിട്ട് നമുക്ക് ഇത് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണം. അപ്പൊ ടെക്സ്റ്റ് ഇതേ കണക്ക് തന്നെ എക്സലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീൽഡ് നമുക്ക് ഡയറക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫീൽഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഈ ഐറ്റം നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഇപ്പൊ ഓട്ടോമാറ്റിക് നമുക്ക് ഇവിടെ കാണാം അതിന്റെ വാല്യൂ. വേണമെങ്കിൽ ഇത് നമുക്ക് മൂവ് ചെയ്ത് കാണാം. നമുക്ക് എത്ര റെക്കോർഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് ബ്ലാങ്ക് റെക്കോർഡ് ഇട്ടേക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇനി ഇതേ കണക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ഫീൽഡുകൾ ഇനി വേണ്ടുന്നത് നിങ്ങൾക്ക് വേറെ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് കണക്ക് ടെക്സ്റ്റ് വെക്കുക. നമുക്ക് ഇവിടെ കൊണ്ട് വെക്കുക. അതിന് വേറൊരു ഫീൽഡ് ഇനിയിപ്പോ പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇതേ കണക്ക് തന്നെ എക്സലിൽ പോയിട്ട് നമ്മൾ അതിന്റെ ഫീൽഡ് നമുക്ക് ആ പ്രൈസ് എന്നുള്ള കോളം നമുക്ക് അതിനെടുക്കാം. നമുക്ക് പ്രൈസ് ചെയ്തിരുന്ന അതിലായിരുന്നു ഏത് ഫീൽഡാണോ സെയിൽ പ്രൈസ് കിട്ടി. അത് നമ്മൾ സെലക്ട് ചെയ്തു, അതിനെ ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ ആ പ്രൈസുമായിട്ട് ഇപ്പൊ ഓരോന്നിന്റെ പ്രൈസുമായിട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ അതിന്റെ പ്രൈസ് മാറി മാറി വരുന്നതായിട്ട് പ്രൈസ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാമ്പിൾ ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്ര ചെയ്താൽ മതി. ഇത് ചെയ്തിട്ട് നമുക്കിതിനെ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്നു. ഇനിയിപ്പോ ഇത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പ്രീവ്യൂ എടുത്ത് കറക്റ്റ് പ്രീവ്യൂ എടുത്ത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് എവിടെയാണോ ഈ ഫീൽഡ് വെക്കുക. എന്നിട്ട് നമുക്ക് ഇനി ടെക്സ്റ്റ് പ്രൈസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ പ്രൈസ് ആണെന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇതിന്റെ ലേബിൾ ഇതിന്റെ ടെക്സ്റ്റ് നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് പ്രൈസ് ആണെന്നുള്ള പ്രൈസ് ആണ്. അപ്പൊ ആ ഫീൽഡ് നമുക്ക് ഇനി അതിനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനെ റൊട്ടേറ്റ് ചെയ്തു, സെലക്ട് ആയില്ല. ഇനി സെലക്ട് ചെയ്തു, നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് അത് അതിന് തിരിച്ചാണ് വരേണ്ടതെങ്കിൽ നമ്മൾ ആവശ്യാനുസരണം നമ്മളത് റൊട്ടേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് പ്രൈസ് വെച്ചു. അപ്പൊ അവിടെ നമുക്ക് അതിന്റെ ആ പ്രൈസിന് നേരെയായിട്ട് നമുക്ക് അത് കാണിക്കാൻ പറ്റും അതിന്റെ എമൗണ്ട്. ഇത് ഫിക്സഡ് ആണ്. ഇനി ഇപ്പൊ നമുക്ക് ഇനി കോപ്പി എടുത്തിട്ട് ഇതിപ്പോ നമുക്ക് മറ്റതിനും കൂടെ ഇപ്പൊ 3 ടാഗ് ആണ് ഇതിലുള്ളത്. നമുക്ക് ഇപ്പൊ 3 എണ്ണം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്നത് നമ്മൾ ഇതൊന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണ്ടുന്ന ഫീൽഡ് സെലക്ട് ചെയ്യുക. നമുക്ക് ഇത് ഞാൻ സെലക്ട് ചെയ്തില്ല. ഓക്കെ, ഇത് സെലക്ട് ചെയ്തു.
ഇനി എന്നിട്ട് കോപ്പി കൊടുക്കുക. അപ്പൊ ഇത് കോപ്പി ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് ഓട്ടോമാറ്റിക് അതിന് കോപ്പി ഇട വരും. അതിനെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് വേണമെന്ന് അതിലോട്ട് വെച്ച് കൊടുക്കാം. അത് ആദ്യത്തെ പിന്നെ വാല്യൂ കറക്റ്റ് അല്ല, അതുകൊണ്ടാണ് അങ്ങനെയാണ്. അപ്പൊ അത് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിനൊക്കെ ഇതേ സെയിം തന്നെ നമുക്ക് വീണ്ടും കോപ്പി എടുത്തിട്ട് അടുത്തതിന് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. കൺട്രോൾ പ്രസ് ചെയ്യുക, ഇത് വെച്ചു, വീണ്ടും കോപ്പി എടുത്തു. അപ്പൊ മൂന്നാമത്തെ ഇതിനുള്ള അത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിനെ കൊണ്ടത് കറക്റ്റ് നമ്മൾ ഇത് അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അത് നിങ്ങൾക്ക് എവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. ഇത് ഇവിടുത്തെ ഒരു ഫീൽഡ് ഉണ്ട്, ഇത് പ്രൈസ് മാത്രമേ വന്നുള്ളൂ. നമ്മളത് നോക്കിയിട്ട് ഇതിനെ എടുക്കുക, കോപ്പി എടുക്കുക ആ ഫീൽഡ്, എന്നിട്ട് നമ്മൾ ഇതിനെ ഇവിടെയും വെച്ച് കൊടുക്കുക, പ്രൈസിന്റെ ഫീൽഡ് വെച്ച് കൊടുക്കുക. ഇത് തന്നെ നമുക്ക് ഒന്നുകൂടി കോപ്പി എടുത്ത് അടുത്തതിനും ഇത് വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുത്തു. ഇത്രയും വെച്ച് നമ്മൾ അലൈൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത് ഇതില്. നമ്മളിപ്പോ ഇത് റെഡിയാക്കി, ഇതിപ്പോ ഒരു സാമ്പിൾ ആണ്. ഇത് കണക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തു നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് അത് പ്രിന്റ് എടുക്കാനായിട്ട് ഇവിടെ പ്രിന്റ് പ്രസ് ചെയ്യുക. അപ്പൊ ഇവിടെ പ്രിന്റ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പ്രിന്ററിന്റെ ഡ്രൈവർ നമ്മൾ ഈ പ്രിന്ററിന്റെ ഇപ്പൊ ഇത് ഈ പ്രിന്ററാണ് HL Label 2 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പ്രിന്ററാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പ്രിന്റർ നമ്മൾ അതിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം പ്രിന്ററിന്റെ ഡ്രൈവർ. പിന്നെ അത് കേബിൾ നമ്മളിപ്പോ കേബിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, USB കേബിൾ അത് പ്രിന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ആ പ്രിന്ററിന്റെ കൂടെ വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് എത്രയാണ് എവിടെ തൊട്ട് എത്ര റെക്കോർഡ് വേണം, ഇപ്പൊ ഇതാണെങ്കിൽ ടോട്ടല് നമുക്ക് 19 റെക്കോർഡ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എവിടെ വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തൊട്ട് എൻഡ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ള കൊടുത്താൽ നമുക്ക് അവിടെ വരെയുള്ള കോപ്പി. എന്നിട്ട് ഓരോന്നും എത്ര എണ്ണം വീതം പ്രിന്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്പർ ഓഫ് കോപ്പീസ്. അപ്പൊ അതിവിടെ കൊടുത്താൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള പ്രിന്റ് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഒരെണ്ണം ഇതിന്റെ 5 എണ്ണം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ പ്രിന്റ് ആയിട്ട് വരും. നമ്മളിപ്പോ ഒരു സാമ്പിളാണ് ഇപ്പൊ പ്രിന്റ് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ലേഔട്ട് നമുക്ക് ഒഴിവാക്കാം. ഇനി ബില്ല് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്കിപ്പോ ബില്ലിംഗ് സ്ക്രീൻ എടുക്കാം. എന്നിട്ട് ആഡ് ന്യൂ സൈഡിൽ നമ്മൾ എടുക്കുന്നു. നമുക്കിപ്പോ ഇവിടെ ബാർകോഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ക്രീനാണ് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഈ ഐറ്റം ഇതിൽ വരുന്നു നമുക്ക് നോക്കാം. അതിനകത്ത് സ്കാൻ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ഐറ്റം നമുക്കിവിടെ കാണാം. അത് ആ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഐറ്റം അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 1 by 1 ആയിട്ട് നമുക്ക് ഇവിടെ കാണാം. അതിന് ക്വാണ്ടിറ്റി കൂട്ടേ കുറയ്ക്കുക വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇതിനെ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഐറ്റം എല്ലാം അവിടെ ആഡ് ആയിട്ട് വരും. എന്നിട്ട് കസ്റ്റമർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സെലക്ട് ചെയ്യുക, ബില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്.